സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്ട്രോൺ നിർബന്ധമാക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ നീക്കം. സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ പട്ടിക ഇന്നു തന്നെ കൈമാറാൻ DMEക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രതീക്ഷ, സമരം കടുക്കുന്നു, അത്യാവശ്യമില്ലാത്ത സർജറികൾ പോലും മാറ്റിവെക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു. സ്വാഭാവികമായും ജനം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. സർക്കാർ ഇതിനെ എങ്ങനെ നേരിടാനാണ് തീരുമാനം? മധു, മെഡിക്കൽ കോളേജിലെ അധ്യാപക സംഘടനയായ KGMCTയുടെ സമരത്തെ ശക്തമായി നേരിടാനുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 5 ദിവസമായി OP ബഹിഷ്കരിച്ചുള്ള സമരം അധ്യാപക സംഘടനകൾ തുടരുകയാണ്. അതിന് പിന്നാലെയാണ് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും ബഹിഷ്കരിച്ചത്. ഇതോടുകൂടി തന്നെ ഡയസ്ട്രോൺ പ്രഖ്യാപിക്കാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ OP ബഹിഷ്കരിക്കുന്ന അധ്യാപക സംഘടനയിലെ ഡോക്ടർമാരുടെ വിവരങ്ങൾ നൽകാനാണ് DMEക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പട്ടിക മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ, ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറണമെന്നതാണ് നിർദ്ദേശം. ഏകദേശം 1700ഓളം ആളുകളാണ് ഈ മേഖലയിലുള്ളത്. 1700 ഡോക്ടർമാരാണ് KGMCTയുടെ ഭാഗമായിട്ടുള്ളത്. ആ പട്ടികയായിരിക്കും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ആരോഗ്യവകുപ്പിന് കൈമാറുന്നത്. അതിന് പിന്നാലെ ഡയസ്ട്രോൺ പ്രഖ്യാപിച്ച ഉത്തരവിറങ്ങും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് കൂടി ഇത് പോകും. കാരണം അത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ കടുത്ത പ്രതിഷേധത്തിലേക്കും കടുത്ത പ്രക്ഷോഭത്തിലേക്കും പോകുമെന്നതാണ് KGMCTയെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇനി മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്ന കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്.